ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 14 റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് തന്നെ ലാലേട്ടൻ ചരിത്രത്തിലാദ്യമായി ഇത്രയധികം ഓൺലൈൻ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി തന്ന പ്രേക്ഷകർക്ക് വലിയ നന്ദി പറഞ്ഞു. ലാലേട്ടൻ, അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഉടമകൾ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ആ ഒരു വലിയ കമ്പനിയൊക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ആളുകൾ അവരുടെ 24 മണിക്കൂറിൽ നിന്ന് 12 മാറ്റിവെച്ച് 18 മാറ്റിവെച്ച് ഇത് കാണുന്നതിലുള്ള നന്ദി അത് കൃത്യമായിട്ട് തന്നെ അവർ അറിയിക്കുകയുണ്ടായി. എനിക്കും ലൈവൊക്കെ കാണാനായിട്ട് തോന്നി. അവരുടെ ഒരു നന്ദി പ്രകാശനമൊക്കെ കേട്ട സമയത്ത് പറ്റുന്ന ആളുകളൊക്കെ നിങ്ങളുടെ സമയം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഹോട്ട്സ്റ്റാറിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിനോട് ഈ തവണ കുറേയധികം ആളുകൾക്ക് വലിയ അമർഷമുണ്ട്. കണ്ടസ്റ്റൻസിന് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നില്ല, അവർ കൊണ്ടുവന്ന പേഴ്സണൽ സ്കിൻ കെയർ, അതേപോലെ തന്നെ അവരുടെ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ വസ്ത്രമിട്ട് നടക്കുന്ന ആളുകളെ കാണാൻ കണ്ണിനൊരു കുളിർമയില്ല. ആ ഒരു അമർഷങ്ങളൊക്കെ ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസിൻ്റെ ആ ഒരു നടപടിയോട് ഒരു ചെറിയ അനുകൂല നിലപാട് തോന്നി. ഈ ബിൻസി രഞ്ജിത്ത് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഉപകാരപ്പെട്ടു. അവരുടെ പെട്ടി പോലും പൊട്ടിക്കേണ്ടി വന്നില്ല. അതേ പെട്ടിയായിട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം വസ്ത്രങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കണം, ഇനി അത് വീട്ടിൽ കൊണ്ട് അലക്കണം, എന്നാൽ കളി തോറ്റും പോയി. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാം ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്തു. വളരെ സന്തോഷത്തോടെ അവരെ മടക്കി അയച്ചു. ശരിക്കും അവരൊക്കെ പോകുമെന്ന് നമുക്ക് അവരുടെ ആദ്യ ഘട്ടത്തിലെ കളിയും ബാക്കിയുള്ള ആളുകളുടെ കളിയൊക്കെ കണ്ട സമയത്ത് മനസ്സിലായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഒരാഴ്ച 5 ദിവസം നമ്മൾ കണ്ട കുറേയധികം തോന്നിയാസങ്ങൾ, നമ്മൾ ദേഷ്യപ്പെട്ട കുറേയധികം സാഹചര്യങ്ങൾ, അതൊക്കെ ലാലേട്ടൻ ചോദിക്കണമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അതെല്ലാം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ജിസേലിൻ്റെ നിയമലംഘനങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിമർശനം അവരുടെയൊക്കെ ഫാൻസിന് കുറച്ച് വിഷമമുണ്ടാക്കുന്ന രീതിയിലേക്ക് തന്നെ കൊടുത്തു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എന്നാൽ അനിമോളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അനിമോളെ ഒരു CD എന്ന് വിളിച്ചു. അതേപോലെ തന്നെ അനിമോള് ബിഗ് ബോസിൻ്റെ രീതികൾക്കനുസരിച്ചിട്ട് ഒരു കാര്യം മുൻകൈ എടുത്ത് ചെയ്തു എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്തത്. അതേപോലെ അനിമോളുടെ മൊണ്ണ പരാമർശം സത്യം പറഞ്ഞാൽ അവിടെ കേൾപ്പിച്ചതുകൊണ്ട് വേറെ 1-2 ഗുണങ്ങളുണ്ടായി. ഒന്ന്, അനിമോളോട് പുരുഷന്മാർക്ക് മൊത്തത്തിൽ ഒരു കരുപ്പായി മാറി. പിന്നെ തങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇമേജ് പുറത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ പല ആളുകൾക്കുണ്ടായി. പിന്നെ അവർ കേവല പുരുഷക്കളായതുകൊണ്ട് തന്നെ ചില ആളുകൾ വീണ്ടും മാസ് കാണിക്കാൻ വേണ്ടി ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഒരടിസ്ഥാനവുമില്ലാത്ത സപ്പോർട്ടിംഗ് ഒക്കെയാണ്. അതിൽ ആരാണ് വന്ന് പറഞ്ഞത്? അത് ഞാൻ ഈ റിവ്യൂവിൻ്റെ ഇടയിൽ പറയാം. ജിസേല് ബോംബെയിൽ നിന്ന് വന്നതല്ലേ? ബോംബെയിൽ നിന്ന് ഉപയോഗിച്ചില്ല. ജിസേല് പുറത്തുള്ള ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നതല്ലേ? നമ്മുടെ നാട്ടിലെ രീതികളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പൊരുത്തപ്പെടുകയാണ്. അയ്യോ, ജിസേൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിന്? എനിക്ക് മനസ്സിലായില്ല. ഇത്തരത്തിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവർക്ക് കുറേയധികം പ്രിവിലേജുകളുണ്ട്, അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു സംസാരത്തിലുള്ള ക്ലാസിസത്തിലൊക്കെ വീണ് കുറേയധികം ആളുകൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ല, ജിസേലിന് എന്ത് ഗെയിമാണുള്ളത്? എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല ജിസേലിന് എന്ത് ഗെയിമാണുള്ളതെന്നുള്ളത്. ജിസേലിൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്കിൻ കെയർ റുട്ടീനായിരിക്കാം, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയുള്ള ബാഡ്ജിന് വേണ്ടിയുള്ള മത്സരങ്ങളായിരിക്കാം. അവിടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു സ്കിൻ കെയർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗെയിം തന്നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് റെഡിയാണ്. കാരണം ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ ഒരു ഗെയിമിൻ്റെ മാസ്റ്ററെ കൃത്യമായിട്ട് ബഹുമാനിക്കുക എന്നുള്ളതാണ് ആ ഗെയിമിൽ വിജയിക്കേണ്ട ആളുകൾ ചെയ്യേണ്ടത്. എന്നാൽ ഇവർക്ക് അതിൽ ഒന്നും ഒരു ടെൻഷനും ഇല്ല. നിയമം ലംഘിക്കാൻ ടെൻഷനില്ല, ലാലേട്ടനെ വെറുപ്പിക്കാൻ ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ല. പിന്നെ എങ്ങനെയാണ് അയാൾ ഒരു നല്ല ഗെയിമറാവുന്നത്? ആരെങ്കിലുമൊക്കെ നല്ലൊരു ഗെയിം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടെ ചെയ്യൂ? ഇല്ല. അതിൽ ഏറ്റവും പരമപ്രധാനം അതിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരാൾ ഈ ഒരു ഗെയിമിന് എന്ത് വാല്യൂ ആണ് കൽപ്പിക്കുന്നത്? അതുകൊണ്ട് സീസണിലുള്ള പുരുഷകളുടെ നിലപാടിനോട് എനിക്ക് അനു പറഞ്ഞ രീതിയിലുള്ള ഒരു ചിന്ത ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി എപ്പിസോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ, എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ ഒരു ഫൈറ്റിനെ ഒന്ന് കാണിക്കുകയുണ്ടായി. ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അവിടെ ഓവർ റിയാക്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റിവൈൻഡ് ചെയ്ത കഴിഞ്ഞ ആഴ്ചത്തെ വഴക്കുകളിലടക്കം ഷാനവാസ് വളരെ മര്യാദയില്ലാതെ അനീഷിനോട് ഇടപെടുന്നത് നമ്മൾ കണ്ടു. പൊണ്ണൻ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. എന്നിട്ട് അനീഷ് മരക്കഴുത എന്ന് വിളിച്ച സമയത്ത് ഷാനവാസ് വൻ ഷോ സംസ്കാരം പഠിപ്പിക്കുന്നു, സംസാരത്തിലെ മാന്യത പഠിപ്പിക്കുന്നു. കാര്യം ഷാനവാസിനെ ഇന്നലെയും ഇന്നുമൊക്കെ ഗെയിമിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ എനിക്ക് ഷാനവാസിനോടൊപ്പം നിൽക്കാനായിട്ട് തോന്നിയില്ല. അനീഷ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു വെറുപ്പിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഈ സാഹചര്യങ്ങളിൽ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലേക്കുള്ള വാക്കുകളോ അല്ലെങ്കിൽ മോശം എന്ന് പറയിപ്പിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ രീതിയിലേക്കൊന്നും അനീഷിൻ്റെ അടുത്തുനിന്ന് വരാറില്ല.
അഭിലാഷിൻ്റെ ഒരു മനംമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റം ലാലേട്ടനും അതേപോലെ തന്നെ പ്രേക്ഷകരും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നതാണ്, കണ്ടസ്റ്റൻസ് കാണുന്നതാണ്. അഭിലാഷ് അനുവും ജിസയിലുമായിട്ടൊരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി ശ്രമിക്കുന്നു. ആളുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു നന്മമരമാക്കി സേഫ് ഗെയിമറാക്കി ഒതുക്കി അടിച്ച് പുറത്താക്കാനായിട്ടുള്ള പ്ലാനാണെന്ന് തോന്നിപ്പോകും. അഭിലാഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതൽ നന്നാവുന്ന സമയത്ത് ഈ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അഭിലാഷിന് പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഭിലാഷ് ഇപ്പോൾ ഇന്ന് ജിസേലിന് വോട്ട് ചെയ്തു. ജിസേൽ നല്ല പെർഫോമർ ആണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കാരണങ്ങൾ എനിക്ക് അഭിലാഷ് നല്ല രീതിയിൽ ഗെയിമിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയിൽ തോന്നിയില്ല. ഏതായാലും ഈ ഒരു കോംപ്രമൈസ് ടോക്കിന് അനുവിന് താല്പര്യമില്ല. പിന്നെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു ഡാസ്ലറിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നു. കുറേ ദിവസങ്ങളിൽ മേക്കപ്പ് ഇല്ലാത്തവരെ മേക്കപ്പിൽ കണ്ട സമയത്ത്, നല്ല മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് അവരെ കണ്ട സമയത്ത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു. മൊത്തത്തിലൊന്ന് കളറായി. ആ ഒരു ഹൗസിന് അത്രയും കളറൊക്കെ വേണം, എന്നാലേ വിഷ്വലിന് ഒരു ഭംഗിയുള്ളൂ. ഈ ലൈവൊക്കെ കാണുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിക്കും. കാരണം ഇവർ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നു. ഇവർ നമ്മളിൽ ഒരാളായിട്ട് നമുക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കടന്ന രീതിയിൽ ഇൻട്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുറേയധികം ആളുകൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പങ്കുവച്ചിട്ടുണ്ട്. സ്വപ്നങ്ങളിൽ ഇവർ വരികയാണ്. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് കണ്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ സ്വപ്നങ്ങളിൽ അവർ വരും. ലൈവിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് 3 മാസത്തേക്ക് ഇതായി മാറും. അതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ വരും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ ഇവരിങ്ങനെ നമ്മുടെ വീട്ടുകാരെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിൽ ഒരാളായിട്ട് മാറും. ലാലേട്ടൻ വന്ന ആദ്യം തന്നെ അനീഷിനോടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് ഒത്തിരിയുള്ള എന്നാൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വീക്കായിരുന്നു എന്നുള്ളത് അനീഷ് പറയുന്നു. മിഡ് വീക്ക് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ടാസ്ക്, സഹായികളെ വെച്ചിട്ടുള്ളൊരു ടാസ്ക്, അതിലൊക്കെ കാര്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അനീഷ് പറയുന്നു. സരിക പറയുന്നത് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് ഇവിടെ വന്ന് ഒരു ടീമിനെ കളിക്കാൻ വേണ്ടി കിട്ടിയ സമയത്ത് വലിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. രേണുവിനും നല്ലൊരു ടീമിനെ കിട്ടിയുണ്ട്, നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. എന്നാൽ രേണുവിന് ടീമിൻ്റെ അത്രയും സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് രേണു തുറന്ന് സമ്മതിക്കുകയാണ്. എത്ര നാളിങ്ങനെ സമ്മതിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും? ആളുകൾക്ക് ദേഷ്യം വരില്ലേ? രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റിവിട്ട കുറേയധികം ആളുകൾക്ക് ദേഷ്യം വരില്ലേ? രേണു ഇങ്ങനെ നിസ്സംഗഭാവത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് റെനയ്ക്കും റെനയുടെ സഹായികളായിട്ടുള്ള ജിസയിലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിലൊക്കെയുള്ള ഹാപ്പിനെസ്സാണ് അറിയിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നു, അനീഷിന് തൃപ്തിയില്ല എന്ന് കേട്ടല്ലോ സഹായികളുടെ കാര്യത്തിൽ, അതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു എന്തുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തത് എന്നുള്ളത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഈ ശരത്ത് താക്കോലെടുക്കുന്ന സാഹചര്യമൊക്കെ കണ്ടപ്പോൾ താക്കോലെടുക്കുന്നു, താഴെ ഇടുന്നു, അതൊക്കെ കണ്ടപ്പോഴത്തേന് അവർ മോശമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു അനീഷ് ഗെയിം മാറ്റി പിടിച്ചതാണ്. അനീഷ് ഈ പറയുന്ന രീതിയിലൊന്നുമല്ല. അനീഷ് കൃത്യമായിട്ട് സഹായികളെ മാറ്റാനുള്ള ഒരു അവസരം വന്ന സമയത്ത് പൂർണ്ണമായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഗെയിം മാറ്റി കളിച്ചാണ്. അല്ലാതെ ഇവരുടെ ആത്മാർത്ഥതയെ സംശയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അയാളുടെ ഗെയിമാണ്. അപ്പോൾ ശരത്ത് എഴുന്നേക്കുന്നു, അപ്പാനി ശരത്ത് എഴുന്നേക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ ഈ ശരത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശരത്ത് വെറുതെ അങ്ങ് ഒച്ചയിടും. സ്ട്രാറ്റജി മാറ്റണം എന്നുള്ളതും പറഞ്ഞു. അനീഷിൻ്റെ പുറകെ നടക്കുന്ന ആ ഒരു സ്ട്രാറ്റജി മാറ്റണം എന്നുള്ളതും പറഞ്ഞു. ഈ നല്ല ഷൗട്ടിംഗ് ആണ്, നല്ല സൗണ്ടാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരത്ത് ആത്മാർത്ഥമായി കളിച്ചതിനെ കുറിച്ചിട്ടും വളരെ ടെൻഷനായ സമയത്താണ് അത് വീണു പോയത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു ഈ താക്കോലെ. പിന്നെ അനു ഗ്ലൗസ് ഇടാതെ ആ ഒരു മഡ്പിരിയിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. ധൃതി വെച്ച് ഇറങ്ങിയതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് അനു പറയുന്നു. ഏതായാലും അനു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് അനീഷിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുന്നു. അത് അനുവിന് വലിയ മണ്ടത്തരമായിപ്പോയി. ആ ഒരു കാര്യം പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അനുവിനെ വിമർശിക്കുന്നതും അനുവിനെ ഒറ്റപ്പെടുത്തുന്നതും. അനുവിനെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അനുവിന് ഗുണമായിട്ടുള്ള സംഗതിയാണ്. കാരണം അനുവിനെ ടീമായിട്ട് നിർത്തി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല ഗെയിമേഴ്സ് ഇപ്പോൾ നിലവിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഷാനവാസൊക്കെ സെപ്പറേറ്റ് ഗെയിമാണ്, അവരുടെ നല്ല ഗെയിമാണ്. ബാക്കിയുള്ളവരെല്ലാം മറ്റേ ജിസേൽ ഗ്യാങ്ങും അതേപോലെ തന്നെ ഗെയിം ഒബ്സർവേഷൻ വലിയ കാര്യമായിട്ട് ഇല്ലാത്ത ആൾക്കാരുമാണ്. ഇപ്പോൾ അനീഷ് സെപ്പറേറ്റ് ആണ്, ഷാനവാസ് സെപ്പറേറ്റ് ആണ്, ഇപ്പോൾ അനു സെപ്പറേറ്റ് ആണ്, ജിസയിൽ സെപ്പറേറ്റ് ആണ്. ജിസയിലിനെ ആളുകൾ പുകഴ്ത്തുമെന്നുണ്ടെങ്കിൽ ജിസയിൽ ഒറ്റയ്ക്ക് ഉള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തുടക്കത്തിൽ ഞാൻ എപ്പിസോഡ് റിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ജിസയിൽ ഇപ്പോൾ ഇവിടെ ഗെയിം കളിച്ച് ഈ കപ്പ് കൊണ്ടുപോയി ചുമന്ന് ആൾക്കാരെ കാണിക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് മാക്സിമം ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്ത് വിജയമായി കഴിഞ്ഞാൽ ബോണസ്, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ ഗെയിമിൻ്റെതായിട്ടുള്ള ഒരു ടാസ്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും ഒരു ഗെയിം സ്പിരിറ്റിൻ്റെ ഭാഗത്ത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് വഴിയെ മനസ്സിലാക്കിയെടുക്കാം. ഇതിന് ശേഷം ആദില, നൂറ അതേപോലെ തന്നെ ബിന്നി എന്നിവരെ എഴുന്നേൽപ്പിക്കുന്നു. അവരുടെ ഒരു സഹായികളായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. ഷാരിക വളരെ മോശമായിട്ട് ബിന്നിയെ വിമർശിച്ചിരുന്നല്ലോ.
അപ്പോൾ അതിൽ ആദിലയും നൂറയും ബിന്നിയെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ബിന്നി മറ്റേ അപ്പാനിയുടെയൊക്കെ ഗ്യാങ്ങിലേക്ക് പോയത്. ആ ഒരു ഗ്യാങ് വളരെ മോശമാണ്. കാരണം അവരുടെ തീരുമാനങ്ങളിൽ വല്ലാതെ ഗ്യാങ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ബിൻസിയുടെയൊക്കെ തീരുമാനങ്ങളിലൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിന്നിയെയും നമുക്ക് അത്ര അധികം അങ്ങോട്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനുശേഷം നല്ല ഡ്രസ്സിനുള്ള കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അത്ര നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ പരാതികൾ, പ്രേക്ഷകരുടെ പരാതികൾ, ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളെ കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. ഇതൊരു ഗെയിമാണ്, ഡ്രസ്സൊക്കെ കളിച്ച് നേടേണ്ടതാണ്. ഇതിനുശേഷം അനീഷ് മറ്റേ ആര്യനെ തള്ളി പറഞ്ഞ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മറ്റേ അവസാനം പോയിന്റുകൾ കീഴ്മേൽ മറിഞ്ഞ ഇവർ സസ്പെൻഷനിലേക്ക് പോയ ആ ഒരു ടാസ്കിൽ എങ്ങനെയാണ് ആ ഒരു കളിക്കേണ്ടത് എന്ന് അനീഷ് ആര്യനോട് ചോദിച്ചു. ആര്യൻ വൃത്തിക്ക് അത് പറഞ്ഞു കൊടുത്തു. എന്നാൽ സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പോഴത്തേന് അനീഷ് ആര്യനെ അടി അതിനെക്കുറിച്ചിട്ട് ചോദിക്കുകയുണ്ടായി. അവിടെയും അനീഷ് ഒരു മടിയില്ലാതെ അയാളുടെ ഗെയിമാണത് എന്നുള്ള രീതിയിൽ വാദിച്ചു. അനീഷിൻ്റെ ഗെയിം അത്ര സുഖമില്ല, അത് അത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു ഹിസ്റ്ററി ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് അനീഷ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഞാൻ വളരെ ജെന്യുവൻ ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അനീഷിന് മനസ്സിലായി അത്ര ഇമ്പ്രസീവ് അല്ല അനീഷിൻ്റെ ഈ ഒരു പരിപാടികൾ എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രേക്ഷകരിൽ പല ആളുകളും പരാതി പറഞ്ഞൊരു കാര്യമാണ്, ഇവർ കൂടുതലായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ജിസയിലും അതേപോലെ തന്നെ ആര്യനും അനീഷും ഒക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അക്ബർ ഇടയ്ക്ക് സംസാരിക്കുന്നു, ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇതിനെ ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്തു. ചെറിയ രീതിയിൽ എന്തിനാണ് അനീഷൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചോദ്യം, ചെറിയൊരു ഉപദേശം. അതിനുശേഷം പണിപ്പുര ടാസ്കിൽ അവരുടെ പെർഫോമൻസ് അത് ഒന്ന് അനലൈസ് ചെയ്തു. ആ ചെറിയ സമയം കൊണ്ട് അവരത്ര രീതിയിൽ പെർഫോം ചെയ്തതിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. അതേപോലെ തന്നെ പണിപ്പുര ടാസ്കിൽ അത് മാത്രമല്ല കുറേയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓർമ്മപ്പെടുത്തി. പിന്നെയാണ് CID അനിമോളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അനുവും ജിസയിലുമായിട്ടുള്ള ഒരു വഴക്ക്. അപ്പോൾ അനുമോള്, ശൈത്യ എന്നിവർ എല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും അനുമോൾ പതറി. അനുമോൾക്ക് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അനുമോൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ലാലേട്ടനാണ് സംസാരിക്കുന്നത്. അനുമോൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും റൂൾസിനെ കുറിച്ചിട്ടും അനുമോളെടുത്ത ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടിനെ കുറിച്ചിട്ടും സംസാരിക്കാൻ ഏറെ ഉണ്ട്. എന്നാൽ അനുമോൾ അവിടെ അങ്ങ് വീക്കാവുകയാണ്. അനുമോൾ നല്ലൊരു ഗെയിമറാണ്, യാദർച്ഛികമായിട്ടായതാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അനുവിന് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. ജിസേൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വളച്ചു പിടിച്ചിട്ടാണെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ജിസേൽ പറഞ്ഞത് ജിസേലിനെ അനു ടാർഗറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ജിസേലിൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടപെടുന്നു, സാധനങ്ങൾ തപ്പുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജിസേൽ ഇടയ്ക്ക് നൈസായിട്ട് സമ്മതിക്കുകയും ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ഇത് കഴിഞ്ഞിട്ട് പറയുന്നു എനിക്കൊരു വൂണ്ടുണ്ട്. ശരിക്കും ആ ഒരു വൂണ്ടിനെ കുറിച്ചിട്ട് അനീഷ് ചോദിച്ചപ്പോഴാണ് നമുക്കത് എത്തിയത്. ഇത് ജിസേൽ ആലോചിച്ച് കണ്ടുപിടിച്ച നമുക്കൊരിക്കലും ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു വൂണ്ടാണോ എന്നുള്ളത്. കാരണം ആരും ചോദിക്കത്തില്ലോ അതിനൊരു വൂണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ലാലേട്ടൻ കൃത്യമായിട്ട് പിന്നീട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞ് ചോദിക്കുന്നതല്ല അതിൻ്റെ മാന്യത. അദ്ദേഹം ചെറിയൊരു ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, അത് ആവശ്യമായിപ്പോയി. ഇതിനിടയിൽ ജിസേൽ അടുത്ത സംഗതി എടുത്തിട്ട് പെർഫ്യൂം കാണാതെ പോയി. അത് അനുമോൾ എടുത്തു എന്നുള്ള സംശയമുണ്ട്. വീണ്ടും ഒരു സാധനം അങ്ങ് അടിച്ചിടുകയാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ടീം വന്ന് അതെടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നു. നിവിനെ സംശയമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നിവിനോട് ജിസേൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് അനുമോൾ അങ്ങോട്ട് അയ്യോ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് ഡൗൺ ആവുന്നുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസ് അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനുമോളെ വെറുതെ തളർത്തണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കുറേയധികം കാര്യങ്ങൾ ഒന്നിച്ച് വെച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിൻ്റെ ഹൈറ്റ് പരാമർശവും അനുമോളുടെ മറ്റേ ജിസേലിനെതിരെയുള്ള പരാമർശവും കയ്യും ഒങ്ങലും എല്ലാം കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല, അതൊരു വലിയ പ്രശ്നമായില്ല. ജിസേൽ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു, വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് ഒതുക്കി വിട്ടു. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗെയിമിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കലായിരുന്നു അനുമോളുടെ മൊണ്ണ പരാമർശം. ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേന് അങ്ങ് പുറകെ നടക്കുകയാണ്, മൊണ്ണകളാണ് എന്നുള്ളത്. ഇത് കേട്ടപ്പോഴത്തേന് പല ആളുകൾക്കും ആത്മാരോഷമുണ്ടായി. അപ്പോൾ അതിൽ അഭിലാഷ് ഒഴിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് അഭിലാഷിന് ഒരു വലിയ സന്തോഷം. ലാലേട്ടൻ അഭിലാഷിനെ അഭിനന്ദിക്കുകയുണ്ടായി, കാരണം മൊണ്ണയല്ലല്ലോ. ഏതായാലും അവർ മൊണ്ണ പരാമർശം രസകരമായിട്ട് തോന്നി. അതേപോലെ തന്നെ ആണുങ്ങളിൽ പല ആളുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിൽ ഒരു മാറ്റി പിടിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ അതിൽ നിന്ന് ആ ഒരു ഹിൻറ്റിൽ നിന്ന് കിട്ടേണ്ടതാണ്. എന്നാൽ പല ആളുകൾക്ക് ഈഗോ ഹേർട്ടായി. പുരുഷകളുടെ വലിയൊരു പ്രശ്നമാണ് ഈ ഈഗോ ഹേർട്ടാവുന്നത്. നമ്മളിങ്ങനെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പാനിയൊക്കെ വളരെ ഇന്നസെൻ്റ് ആണ് എന്ന് ബിൻസി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങനെ ഇന്നസെൻ്റ് ആയിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ആളുകളെ അടിച്ച് തൂക്കിക്കളയും. ഏതായാലും അപ്പാനിക്ക് അനുവിനോടുള്ള രോഷം അവിടെ നമുക്ക് പ്രകടമായിരുന്നു.
അപ്പം അവന് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അനു പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് സമ്മതിച്ച് അനുവിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ അനു നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അനു വല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കും, വൈരാഗ്യത്തോടെ പെരുമാറി എന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ഷാനവാസ് പറയുന്നത്, അനു വിചാരിക്കുന്നു ഞാൻ ജിസേലിൻ്റെ ഒപ്പമാണ്, ജിസേൽ വിചാരിക്കുന്നു ഞാൻ അനുവിനൊപ്പമാണ് എന്നുള്ളത്. ശരിക്കും ഷാനവാസ് വലിയ കുഴപ്പമില്ലാതെ ഈ പ്രശ്നങ്ങളുടെ മെറിറ്റൊക്കെ നോക്കി ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമുണ്ട് പുള്ളിക്ക്. ഈ സീസണിൽ ഒരു മികച്ച പെർഫോമറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളുകളിലൊന്നാണ് ഈ ഷാനവാസ്. ഇതിനുശേഷം സാരികയും അക്ബറും എഴുന്നേറ്റ് അനുവിനെതിരെ സംസാരിക്കുന്നുണ്ട്. അവരൊരു ടീമായിരുന്നല്ലോ. എന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ ശരിക്കും അനു ഒരു മണ്ടത്തരം കാണിച്ചതാണ്. അത് ചിലപ്പോൾ ഇന്നസെൻസ് കൊണ്ട് കാണിച്ചതായിരിക്കും. കാരണം ആദ്യഘട്ടത്തിൽ അവർക്ക് അനീഷിന് വേണ്ടി നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല, അനു പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അനീഷിന് പോയിന്റുകൾ കിട്ടുന്നത് കണ്ടപ്പോൾ അറിയാതെ സപ്പോർട്ട് ചെയ്ത് പോയി എന്നുള്ളത്. പക്ഷേ ഇവർക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇതിന് ശേഷം ലാലേട്ടൻ അനുമോളെ അപ്രിഷ്യേറ്റ് ചെയ്തു. ലാലേട്ടൻ എടുത്തു ചോദിച്ചു, അനുമോൾക്ക് മാത്രമേ ഈ ഒരു നിയമലംഘനത്തെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റിയുള്ളൂ, ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചു. നിവിൻ മറ്റേ ബീട്രൂട്ട് കൊണ്ടുപോകുന്ന കാര്യം എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിവിൻ മാത്രമല്ല കള്ളൻ, ബാക്കിയുള്ളവരെല്ലാം കള്ളികളാണ്, അവർ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എടുത്തിടാൻ ശ്രമിക്കുന്നുണ്ട്. ലാലേട്ടന് പിന്നെ അങ്ങനെ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പുള്ളി അത് ചോദിച്ചില്ല. പുള്ളി പറഞ്ഞ് പിന്നീട് പരിഗണിക്കുക എന്നുള്ളത്. അപ്പോഴത്തേന് അനീഷ് ചാടി എഴുന്നേറ്റിട്ട് ജിസേലിനെതിരെ 2 സംഭവം അടിച്ചു. ജിസേൽ കാണിച്ചത് തെറ്റാണ്, ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പരിപാടിയാണ്, ഗെയിമിനോട് ആത്മാർത്ഥതയില്ല. വൂണ്ടിൻ്റെ കേസ് പിന്നെയാണ് പറഞ്ഞത്, അത് പിന്നീട് ആലോചിച്ച് പറഞ്ഞതുപോലെ അനീഷിന് തോന്നി. അതേപോലെ തന്നെ ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേന് എല്ലാ ആൾക്കാരും കൂടെ ആവശ്യമില്ലാതെ ഇടപെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ അനീഷ് പറഞ്ഞു. ഇതിനുശേഷം പല ആളുകളും ഏറെ വിമർശനം ഉന്നയിച്ച ആ ഒരു റാങ്കിങ് ടാസ്കിലെ അനീഷിൻ്റെ വെറുപ്പിക്കലിനെ കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിച്ചു. അഖിൽ മാരാർ, റിയാസ്, സാബു, ആര്യ എന്നിവരൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒത്തിരി ഗെയിം അരച്ച് കലക്കി പഠിച്ചിട്ട് വന്ന ഒരാളാണല്ലോ, അപ്പോൾ ഈ ഒരു രീതി മുന്നേ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അനീഷിന് ഉത്തരവൊന്നുമില്ല. അനീഷ് ഗളിഭനായിപ്പോയി. കാരണം ആ ഒരു ഗെയിം പുറത്ത് വർക്കല്ല എന്നുള്ളത് മനസ്സിലായി. അനീഷ് ഭയങ്കര കണ്ണിങ്ങാണ്. അപ്പോൾ ആ ഒരു വിഷ്വൽ കാണിച്ച സമയത്ത് നമുക്കറിയാമല്ലോ എന്തൊരു വെറുപ്പിക്കലായിരുന്നു. 1ാം സ്ഥാനത്തിന് വേണ്ടി ജെനുവിനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ജെനുവിൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടു. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരാൾ ജെനുവിൻ ആണോ എന്നുള്ളത് ബാക്കിയുള്ള ആളുകളല്ല പറയേണ്ടത്. ഏതായാലും അനീഷ് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ചാലും ഇനിയും വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അയാളുടെ ജെനുവിനിറ്റി അതാണ് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ഈ വീഡിയോ കാണിച്ചപ്പോൾ അപ്പാനി ശരത്ത്, അനീഷിൻ്റെ വെറുപ്പിക്കൽ വീഡിയോ കാണിച്ചപ്പോൾ അപ്പാനി ശരത്ത് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അത്ര ഹാപ്പിനെസ് നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യോടെ എഴുന്നേൽപ്പിച്ചു, ചോദിച്ചു, എന്തിനാണ് ഈ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി പിടിച്ചുകൂടെ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു. മാറ്റി പിടിക്കാം എന്നുള്ളത് അപ്പാനി പറഞ്ഞു. അപ്പോൾ അപ്പാനിയുടെ സ്ട്രാറ്റജി ആയിരുന്നു അത്. ഷാനവാസും അഭിലാഷും അനീഷിനെ ഡീൽ ചെയ്യുന്നതിൽ ലാലേട്ടൻ ഒരു അപ്രിസിയേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അക്ബറിൻ്റെ സെൽഫിഷ്നെസ് കൊണ്ടാണ് ഈ ഒരു റാങ്കിങ് ടാസ്ക് കുളമായത് എന്നൊക്കെ ഷാനവാസ് ആരോപിക്കുന്നു. അക്ബർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമല്ല, ഞാനത്ര സെൽഫിഷൊന്നുമല്ല, ഈ ക്യാപ്റ്റനാക്കിയ ഒരു സാഹചര്യം, എല്ലാ ആളുകളും കൂടെ വോട്ട് ചെയ്ത് മോശം പെർഫോമറാക്കി വോട്ട് ചെയ്തിട്ട് അനീഷിനെ ക്യാപ്റ്റനാക്കിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അനീഷിന് അവസരം കൊടുക്കാതിരുന്നത്. ജിസേലൊക്കെ പറഞ്ഞത് ആ ഒരു കാർഡിൽ, റാങ്കിങ്ങിൻ്റെ കാർഡിൽ ബാറ്ററിയുടെ സിഗ്നൽ ഉണ്ടായിരുന്നു, അതിൽ ഫുൾ ചാർജ് ഫസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ചാർജ്, ഇമ്മ്യൂണിറ്റി, നോമിനേഷൻ ഫ്രീ ഒക്കെ കിട്ടുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യാതിരുന്നത്. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ടോപ്പ് പെർഫോമർ റാങ്കിങ് ബോർഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഏറ്റവും നല്ല പെർഫോമറെ, കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും നല്ല പെർഫോമറെ അവിടെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം അനീഷ് വന്നിട്ട് ഷാനവാസിനെ തിരഞ്ഞെടുക്കുന്നു. ക്യാപ്റ്റനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതേപോലെ തന്നെ കുറേയധികം ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഇതിനിടയിൽ വന്നു, അത് നല്ല ഭംഗിയായിട്ട് തന്ത്രപരമായിട്ട് ഡീൽ ചെയ്തു. അഭിലാഷ് ജിസേലിനെ തിരഞ്ഞെടുത്തു. ഹ്യൂമാനിറ്റി, ഗെയിമിലുള്ള പെർഫോമൻസ്, ടാസ്കിലുള്ള ആത്മാർത്ഥത, അതുകൊണ്ടൊക്കെ ആണ് ജിസേലിനെ തിരഞ്ഞെടുത്തത്. ഷാനവാസ് ജിസേലിനെ തിരഞ്ഞെടുത്തു. കിച്ചണിൽ ഫുഡൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതൊരു ന്യായമായിട്ടുള്ള പോയിൻ്റായിരുന്നു. ആദില നൂർ അനീഷിനെ തിരഞ്ഞെടുത്തു. മിഡ് വീക്ക് എവിക്ഷനിൽ ഹാർഡ് വർക്ക് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യതയെ ഇങ്ങനെ ഓവർകം ചെയ്ത് വന്ന ആ ഒരു പെർഫോമൻസിന് വോട്ട് കൊടുത്തു. സരിക അനീഷിനെയാണ് തിരഞ്ഞെടുത്തത്. അതൊരു നല്ല പോയിൻ്റായിരുന്നു. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂമായിട്ട് പിന്നീട് നടക്കില്ല, അത് അവിടെ തീർത്ത് അടുത്ത ഗെയിമിലേക്ക് പോകും അനീഷ്. രേണു അനീഷിനെ തിരഞ്ഞെടുത്തു. നല്ല രീതിയിൽ ഗെയിം കളിച്ചു. ജയിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അനീഷിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിൻസി ശരത്തിനെ സെലക്ട് ചെയ്തു. വെറും ഗ്രൂപ്പിസം, അല്ലാതെ അതിനകത്ത് വേറെ വലിയ സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ പ്രതികരിക്കും, ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതത്ര ഗെയിമിൽ റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യൻ ജിസേലിനെ തിരഞ്ഞെടുത്തു. ഏനാ ഒരു ബോധമില്ലാത്ത വർത്താനാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മലയാളം ബിഗ് ബോസിൻ്റെ കംഫർട്ടൊന്നും പറ്റണില്ല ജിസേലിന്. ഹിന്ദിയിൽ നിന്നൊക്കെ വന്ന ആളല്ലേ, സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുവാടേ ഇത്?
എന്തൊരു ദാരിദ്ര്യ സ്റ്റേറ്റ്മെൻ്റാണ്. ഇവിടെ ഇതൊക്കെ മനുഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റേ പണ്ട് മോഡിജി സൊമാലിയ പരാമർശം നടത്തിയതുപോലെ നമ്മളെന്തോ താഴ്ത്തി കിട്ടുന്ന വർത്താനം പറഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്തത്. എന്ത് കുറവാണ് അവിടെ ഉള്ളത്? എന്നെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് മലയാളികളായതുകൊണ്ട് എന്തെങ്കിലും മോശമുണ്ടോ? അല്ലെങ്കിൽ എന്തുവാ ലാലേട്ടൻ പോരെ, എന്തോ സെറ്റ് പോരെ, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും എനിക്ക് തോന്നുന്നു ജിസേലിനൊക്കെ സെറ്റാവുന്ന ഭക്ഷണമൊക്കെയാണ് കൊടുക്കുന്നത്. എന്താ പ്രശ്നം? വെറുതെ അങ്ങോട്ട് താങ്ങൽ. അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാ ഇഷ്യൂവിലും ഇടപെടും, നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ശൈത്യ ആര്യനെ നല്ലൊരു ഗെയിമറായിട്ട് സെലക്ട് ചെയ്യുന്നു. ആര്യനൊക്കെ വന്നപ്പോൾ തൊട്ട് ഒരേപോലെ ഇരിക്കുകയാണ്. മറ്റേ ആ ഒരു ബാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറൊന്നും ശൈത്യക്ക് പറയാനുണ്ടായിരുന്നില്ല. നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് അധികമായി കൂട്ടിച്ചേർത്തത്. ബിന്നി അപ്പാനി ശരത്തിനെ പറയുന്നുണ്ട്, നല്ല ലിസണറാണ്, ടീം ഇന്നസെൻസ് ഉണ്ട്. ഗെയിമിലെ ഇന്നസെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ബിന്നിയും ആ ഒരു ടീമിൽ പെട്ടതുകൊണ്ടുള്ള ഒരു പ്രശ്നം ബിന്നിക്ക് കാര്യമായിട്ടുണ്ട്. അപ്പാനി അക്ബറിനെ തിരഞ്ഞെടുക്കുന്നു, അതും വെറും ഗ്യാങ്ങിലുള്ള ഒരു സ്നേഹം. അക്ബർ ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു, മുണ്ണയും അതേപോലെ തന്നെ ജിസേലിൻ്റെ ബോയ് ഫ്രണ്ടൊന്നും ആയതുകൊണ്ടല്ല, നല്ലൊരു ഹൃദയം ജിസേലിനുണ്ട് എന്നുള്ളതാണ് അക്ബർ പറയുന്നത്. ഒന്നിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായതിനെ. ജിസേൽ ആര്യനെ തിരഞ്ഞെടുക്കുന്നു, നല്ല ടാസ്ക് പെർഫോമറാണ്. റെന ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു, ഹ്യൂമാനിറ്റി ഉണ്ട്, ലീഡർഷിപ്പ് നല്ലതാണ്, ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. നെവിൻ ജിസേലിനെ സെലക്ട് ചെയ്യുന്നു, നല്ല ഗെയിമാണ്, അതേപോലെ തന്നെ ഇക്വാലിറ്റി, ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് വിടുന്നുണ്ട്. അനീഷിനെയും ജിസേലിനെയുമാണ് ഏറ്റവും നല്ല പെർഫോമേഴ്സായിട്ട് ആളുകൾ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. നെവിന് വീണ്ടും ഗിഫ്റ്റ് വേണമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ പറയുന്നു. അങ്ങനെ ആ ഒരു റോബോട്ട് വരുന്നു. റോബോട്ട് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാഴ്ചവെച്ചില്ല. പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റോബോട്ടാണ്. സ്പൈക്കുട്ടൻ എന്ന് മഞ്ജിമ ഉണ്ണികൃഷ്ണൻ പേരിട്ടതിനെ കുറിച്ചിട്ട് പറയുന്നു. മഞ്ജിമയ്ക്ക് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഏതായാലും സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവർക്ക് കിട്ടിയത് പുറത്തു പോയ അവരുടെ പ്രിയ കണ്ടസ്റ്റൻസ് ആണ്. ഒനിലും ഷാരികയും അങ്ങനെ ഒരു ഓട്ടോയിൽ തിരിച്ചെത്തുകയാണ്. ഇതിനുശേഷം എവിക്ഷൻ. അവർ വന്ന ഓട്ടോയിൽ ഭയങ്കര പരിപാടിയാണ്. പൊട്ടിക്കാത്ത പെട്ടി, അതേപോലെ തന്നെ റിട്ടേൺ ഓടാൻ റെഡിയായിട്ട് കിടക്കുന്ന ഓട്ടോറിക്ഷകൾ, ഇതൊക്കെയാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും അവർ തിരിച്ചു വന്ന ഓട്ടോ ബിൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ ഒരു ഓട്ടോയിൽ ബിൻസി വികാരാധീനയായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. അത്ര വിഷമമായിട്ടുണ്ട് ബിൻസിക്ക്. അത്ര ഒരു ബോണ്ട് ബിൻസി ബാക്കിയുള്ള ആളുകളുമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വേണം അറിയാൻ. ബിൻസി പൂർണ്ണമായിട്ട് കളിയിലേക്ക് എത്തിയിരുന്നില്ല, സമയം കൊടുത്തില്ല എന്നുള്ളൊരു പരാതി പ്രേക്ഷകരോടുണ്ട്. അതിപ്പം വോട്ട് ചെയ്ത ആളുകൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.